പ്രതിപക്ഷ നേതാവിൻ്റെ ഡീൽ ആരോപണത്തെ നേരിടാൻ മുൻമന്ത്രി തോമസ് ഐസക് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ചത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് രമ്യ ഹരിദാസ് ആലത്തൂരിൽ കന്നി അംഗത്തിന് വന്ന മത്സരമാണ്. രമ്യ ഹരിദാസ് കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് അന്ന് PB അംഗം A വിജയരാഘവൻ നടത്തിയ പ്രസംഗം വലിയ വിവാദമാകുകയും ആ വിവാദം കത്തിപ്പടർന്ന് ഒടുവിൽ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് ആലത്തൂർ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. അത് ഓർമ്മയുണ്ടെങ്കിൽ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിയോഗിയെ UDF സ്ഥാനാർത്ഥിയെ, അതും രമേശ് പിഷാരടിയെ പോലുള്ള ഒരു സിനിമാ താരത്തെ കോമാളി എന്ന് ഐസക്കിനെ പോലെ ബുദ്ധിയുണ്ടെന്ന് നാം കരുതിയിരുന്ന ഒരു നേതാവ് വിശേഷിപ്പിക്കാൻ പാടില്ല. നടന്മാർ, അതും ഹാസ്യ നടന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമല്ല. ഇന്നസെൻറ്റും ജഗദീഷും മത്സരിച്ചിട്ടുണ്ട്. ഇന്നസെൻറ്റ് അങ്കമാലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് പാർലമെൻറ്റിലേക്ക്. ജഗദീഷ് വിജയിച്ചില്ല. അതേസമയം ഹാസ്യ നടനായി കൂടി തന്നെ അറിയപ്പെടുന്ന മുകേഷ് പലവട്ടം കൊല്ലത്ത് നിന്ന് LDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. രാമു കാര്യാട്ടിനെ വരെ മത്സരരംഗത്തിറക്കി പരീക്ഷിച്ച രാഷ്ട്രീയ പാരമ്പര്യമാണ് നമുക്കുള്ളത്. രാമു കാര്യാട്ടിൽ നിന്ന് ഇന്ന് രമേശ് പിഷാരടിയിൽ എത്തി നിൽക്കുകയാണ് താരങ്ങളുടെ മത്സരം. അനവധി നടന്മാർ, ഇപ്പം നടൻ മുരളി ആലപ്പുഴയിൽ മത്സരിച്ചിട്ടുണ്ട്. സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ ഒറ്റപ്പാലത്ത് പലവട്ടം KR നാരായണനെതിരെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ നടന്മാരും സംവിധായകരും അങ്ങനെയുള്ള സെലിബ്രിറ്റികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ സംഭവമല്ല. ഇത്തരമൊരവസ്ഥയിൽ പിഷാരടിയെ പോലെ ഉള്ള ഒരു നടനെ UDF സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല കോൺഗ്രസ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. കോൺഗ്രസ് സഹയാത്രികനായ, കോൺഗ്രസ്സുകാരനായ ഒരു നടൻ എന്ന നിലയിൽ തന്നെയാണ് പിഷാരടി മത്സരിക്കാൻ എത്തിയത്. അതും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനായി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പാലക്കാട് സർവസമ്മതനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് പിഷാരടിയുടെ പേർ UDF പരിഗണിച്ചത്. ആ സാഹചര്യത്തിൽ പിഷാരടിയെ കോമാളി എന്ന് വിശേഷിപ്പിച്ചത് ഏറ്റുപിടിക്കാൻ AK ബാലനും അതുപോലെ പാർട്ടി സെക്രട്ടറിയും എല്ലാം രംഗത്ത് വന്നു. ഇവർ ഓർക്കേണ്ടത്, ഒരു കാലത്ത് KPSC നാടകങ്ങളിലൂടെ, തെരുവ് നാടകങ്ങളിലൂടെ, അങ്ങനെയുള്ള പടപ്പാട്ടുകളിലൂടെയൊക്കെയാണ് CPM കേരള രാഷ്ട്രീയത്തിൽ സജീവമായതും അധികാരത്തിലെത്തിയത്. അപ്പോൾ കലാകാരന്മാരെ അധിക്ഷേപിക്കുന്നത് ഒരിക്കലും ഇടത് നേതാക്കൾക്ക് ചേർന്ന ഒരു നടപടിയല്ല. കാരണം കലാകാരന്മാരെ അംഗീകരിക്കാനും അവരെ ചേർത്ത് നിർത്താനും നമ്മുടെ പൊതുസമൂഹം എപ്പോഴും താല്പര്യം കാണിക്കാറുണ്ട്. പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം 3000-ത്തിലധികം സ്റ്റേജുകളിൽ അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 1000-കണക്കിന് സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 50ഓളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമാക്കാരൻ എന്ന നിലയിൽ ചെറിയ ഒരു മീനല്ല രമേശ് പിഷാരടി. അത് മറക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ AK ബാലൻ അടക്കമുള്ളവർ പിഷാരടിയെ ഐസക്ക് വിളിച്ചതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ കോമാളി എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ്. അപ്പോൾ G സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചത് അർത്ഥത്തെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പണ്ട് MV ജയരാജൻ ഹൈക്കോടതി ജസ്റ്റിസിനെ ചുംബൻ എന്ന് വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ചുംബൻ എന്ന പദത്തിന് പ്രകാശം പരത്തുന്നവൻ എന്ന് അർത്ഥമുണ്ടെന്നാണ്.
അതുപോലെ ചെറ്റത്തരം എന്ന വാക്കിനും അതുപോലെ കോമാളി എന്ന വാക്കിനും പുതിയ അർത്ഥങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് AK ബാലനും അതുപോലെ മറ്റു നേതാക്കളും. എന്തായാലും ജി സുധാകരൻ പറഞ്ഞതുപോലെ തൻ്റെ ശബ്ദധാരാവലിയിൽ പാർട്ടിയെ വഞ്ചിച്ചവനെ വിശേഷിപ്പിക്കാൻ ചെറ്റ എന്ന പദത്തിനേക്കാൾ മറ്റൊരു പദം കിട്ടിയില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ പരിമിതിയാണ്. ശബ്ദധാരാവലി ശരിക്ക് നോക്കിയാൽ എന്താണ് ചെറ്റ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് വ്യക്തമാകും. അപ്പോൾ ഭാഷാപരമായി നമുക്കുള്ള പരിമിതികൾ, നമുക്കുള്ള അറിവില്ലായ്മകൾ അത് അവസാന വാക്കായി അവസാനം ശരിയായി വ്യാഖ്യാനിച്ച് തെറ്റിനെ ന്യായീകരിക്കാനോ ശരിയായി മാറ്റാനോ ആർക്കും സാധ്യമല്ല.